അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ SNC ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിക്കും എന്നതാണ് ഡീല്. പക്ഷേ എന്റെ ഒരു സംശയം അതല്ല സാർ. സമ്മതിച്ചു എനിക്ക് വളരെ വ്യക്തമായി, താങ്കൾ പറഞ്ഞത് വ്യക്തമായി, അതാണ് ഡീല്. പക്ഷേ ആ ഡീല് മുന്നോട്ട് കൊണ്ടുപോയില്ലല്ലോ എന്നതാണ് എന്റെ ചോദ്യം. കാരണം ആ മീറ്റിംഗോട് കൂടി ഡീല് മുന്നോട്ട് കൊണ്ടുപോകാൻ EP ജയരാജൻ BJP ചേരണോ? വേണ്ട. ജാവദേക്കർ എന്താ നമ്മളോട് ആവശ്യപ്പെട്ടത്? EP ചേരാനോട് BJP ചേരാനല്ല, ഞങ്ങൾക്ക് തൃശ്ശൂർ കടന്നുകൂടണം. ക്ലിയർ സാർ. പക്ഷെ അപ്പോഴും ആ മീറ്റിംഗ് ഒരു പരാജയമാണോ അല്ലയോ എന്നതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, EP ജയരാജൻ പറയുന്നു രാഷ്ട്രീയം സംസാരിക്കാൻ ശ്രമിച്ചു, ഞാൻ രാഷ്ട്രീയം സംസാരിച്ചില്ല, എനിക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയമല്ലോ, ഞങ്ങൾക്ക് തൃശ്ശൂർ കടന്നുകൂടണം എന്ന് പറഞ്ഞ രാഷ്ട്രീയമല്ല. രാഷ്ട്രീയമല്ലേ സാർ അത്? തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കൂ, പകരം നിങ്ങളുടെ കേസ് ഞാൻ പിൻവലിച്ചു തരാമെന്ന് EP ജയരാജനോട് പ്രകാശ് ജാവദേക്കർ പറയുന്നു. അപ്പോൾ EP ജയരാജൻ അതിന് വഴങ്ങുന്നില്ല. EP ജയരാജൻ വഴങ്ങാതെ മീറ്റിംഗ് പരാജയപ്പെടുന്നു. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളോട് നിങ്ങളൊന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ സംസാരിച്ചു പോയിട്ട് കാര്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, പാവി ശിവന്റെ കൂടെ കൂടിയാൽ ശിവൻ പാവിയാവും. ആരാത് പറഞ്ഞത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ മഹാഭാവിയാണെന്ന് കൂട്ട്, ഭാവിയല്ല കൂട്ട്. ഈ ഞാൻ പറയുന്നത് ശ്രദ്ധയോട് കേൾക്കണം. ഇടയ്ക്ക് ഇടപെട്ടാൽ നമ്മൾ സംഭാഷണത്തിന് അതിന്റെ കൃത്യത പോകും. ഇത് ജൂൺ 4 കേരളത്തില് ഇന്ത്യയിൽ റിസൾട്ട് വരും. SNC ലാവ്ലിൻ കേസ് 1/5 പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസ് ജൂലൈയിലേക്ക് മാറ്റപ്പെടും. ജൂൺ 4 റിസൾട്ട് കഴിഞ്ഞാൽ 18/1 കേരളത്തെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കണം. പിന്നെ SNC ലാവ്ലിൻ കേസ് ചരമടയെന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് ഗുണഭോക്താവ്? അല്ല, ഇത് എനിക്കത് മനസ്സിലായി. പക്ഷേ ഇതിനകത്ത് എന്ത് തെളിവാണ് നമ്മുടെ മുന്നിലുള്ളത്? ആ ചർച്ചയ്ക്ക് ശേഷം തുടർ ചർച്ചകൾ നടന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്ന കേക്ക്, നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് EP BJPയിലേക്ക് പോകുന്നു പറയുന്നത്? അത് ശോഭാ സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രകാശ് ജാവദേക്കർ അത് നിഷേധിച്ചിട്ടില്ല. പ്രകാശ് ജാവദേക്കർ രാഷ്ട്രീയം സംസാരിച്ചു എന്നതാണ് EP ജയരാജൻ പറയുന്നത്. ആ രാഷ്ട്രീയം താങ്കൾ പറയുന്നത് പോലെ ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയം ഒതുക്കി തീർത്താൽ നിങ്ങൾക്ക് 2026 തരാം. 18/1 ആണെങ്കിൽ ലാവ്ലിൻ കേസ് തീരുമെന്നുള്ളതാണ്. പക്ഷെ അത് പൊളിറ്റിക്സ് ആണ് സാർ. ക്ലാരിറ്റി വേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ചർച്ച പരാജയമായിരുന്നോ വിജയമായിരുന്നോ? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. ചർച്ച പരാജയമാണോ വിജയമാണോ എന്ന് ചോദിച്ചാൽ രണ്ടുമല്ല. ചർച്ച കണ്ടിന്യൂ ചെയ്തിരുന്നു ഞാൻ. അത് ആരുമായി കണ്ടിന്യൂ ചെയ്തു? EP ജയരാജനുമായി താങ്കൾ കണ്ടിന്യൂ ചെയ്തിരുന്നോ ചർച്ച? നോ ജാവദേക്കറുമായി. സാർ, അതെങ്ങനെ സാധ്യമാകും? കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ CPM ഒരു ജാവദേക്കർ പറഞ്ഞതിന് അനുകൂല നിലപാടെടുക്കണമെന്ന് CPM-ലെ നിലപാട് മാറേണ്ടത്? ജയരാജനാണോ ഈ LDF കൺവീനർ? EP ജയരാജനാണോ പൂർണ്ണമായും LDFന്റെ ഫൈനൽ വേർഡ്? അല്ല. അപ്പൊ പിന്നെ മറ്റാരാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ EP ജയരാജനെ പോലെ പല സന്ദർഭങ്ങളിലും കൂടുതലായി ജാവദേക്കറെ കണ്ടു എന്ന അവകാശവാദം ഉന്നയിച്ച മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ കേരളത്തിൽ. അതായത് പാവി ശിവന്റെ കൂടെ കൂടിയാൽ ശിവനും പാവിയാവും. EP ജാവദേക്കറെ ഞാനും കണ്ടു. ജാവദേക്കറെ കൂടുതൽ കണ്ടതിൽ തെറ്റില്ല. എന്റെ കൂടെ കണ്ടതിൽ തെറ്റെന്നല്ലേ? പക്ഷെ അതൊരു പൊതുചടങ്ങിൽ വെച്ച് ചോദിച്ചു. അതും മുഖ്യമന്ത്രി പറയുന്നു, ഇതാ നിങ്ങൾ പല ശ്രമങ്ങളൊക്കെ നടത്തുകയാണല്ലേ, നടക്കട്ടെ എന്ന് പറഞ്ഞുവെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ആ പൊതുചടങ്ങ് നിങ്ങളൊന്ന് പറ, ഒന്ന് കാണിക്കേ. ഏതാ പൊതുചടങ്ങ്? നിങ്ങളുടെ കയ്യിലുണ്ടോ ആ പൊതുചടങ്ങ്? എന്ന് പറ. കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് അതിനകത്തൊരു പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ ആ ചടങ്ങ് ഏതാണെന്ന് താങ്കൾക്ക് വ്യക്തമാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. കാരണം ഇത് നമുക്കറിയാത്ത കാര്യമാണ്. പൊതുചടങ്ങിൽ എവിടെ വെച്ച് കാണാം? അവർക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാണാം, ഡൽഹിയിൽ പോകുമ്പോൾ കാണാം, പല ഘട്ടങ്ങളിൽ ഈ പൊതുവേദികളിലൊക്കെ വെച്ച് കാണാം. പ്രഭാരിയാണ് എന്നുള്ളത് കൊണ്ട് പൊതുചടങ്ങിൽ കാണാൻ കഴിയുന്നത് അസാധ്യമാണെങ്കിൽ കൂടി യാത്രാവേളകളൊക്കെ കണ്ടൂടെ? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ കൂടുതൽ തർക്കിക്കാനില്ല. ജാവദേക്കർ കണ്ടു, കാര്യം പറഞ്ഞു, പോയി. ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച കണ്ടിന്യൂ ചെയ്തു. ജാവദേക്കറും EP ആയിട്ടല്ല. പക്ഷേ എല്ലാം ഒരു മിഷന് വേണ്ടിയായിരുന്നു. ആ EP അത് താങ്കൾ ആവർത്തിക്കുന്ന കാര്യമാണ്. പക്ഷേ അത് EP ജയരാജൻ വഴി അല്ല നടന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ പറയണത് വീണ്ടും കേൾക്ക്. EP സ്വന്തം നിലയ്ക്കൊരു തീരുമാനത്തിൽ അല്ല. അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റൂല. പിന്നെ താങ്കളെ ഭൂലോക ഫ്രോഡ് എന്നാണ് EP ജയരാജൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നെ ഭൂലോക ഫ്രോഡെന്നോ
ഭൂലോക പിടിച്ചുപറിക്കാരെന്നോ എന്ത് പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തെ ഫ്രോഡ് എന്ന് പറഞ്ഞില്ല, അദ്ദേഹം നല്ലവനാണെന്നല്ലേ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടില്ലെന്നല്ലേ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ. എന്നെ ഭൂലോക ഫ്രോഡ് എന്ന് വിളിച്ചിട്ടും ഞാൻ നേര് പറയുന്നതുകൊണ്ടാണ് ഇന്നതാണ് നടന്നതെന്ന് പറയുന്നത്. അല്ല, അത് സംബന്ധിച്ചു. താങ്കൾ ഭൂലോക ഫ്രോഡാണ് എന്ന് ഇ പി ജയരാജൻ പറയുമ്പോഴും ഇ പി ജയരാജൻ പറഞ്ഞത് സത്യമാണെന്ന് താങ്കൾ പറയുന്നു, ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ ഇതിന് ഇ പി ജയരാജനും അപ്പുറം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയത് ആരാണ് എന്ന് താങ്കൾക്ക് പറയാമല്ലോ. ഞാൻ അത് പറയാൻ ജൂൺ 4 പറയും. കേരളത്തിൽ നടക്കാൻ പോണ സംഭവവികാസം നിങ്ങൾ കണ്ടോ? ഞാൻ ഒരിക്കൽ പറയുന്ന പറഞ്ഞാൽ പറയാറുണ്ട്, മാറ്റി പറയാറില്ല. അതായത് നേരിട്ട് ചോദിക്കാം, ഇ പി ജയരാജന് പുറമെ പ്രകാശ് ജാവദേക്കർ മറ്റേതെങ്കിലും നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നോ കേരളത്തിൽ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് സി പി എമ്മിന്റെ കാര്യമാണ്. സി പി എമ്മിന്റെ കാര്യം ഞാൻ താങ്കളോട് വീണ്ടും പറയുന്നു, കേരളത്തിൽ LDF-ന്റെ കൺവീനറേ ഉള്ളൂ ഇ പി ജയരാജൻ. പാർട്ടിയുടെ മൊത്തം കുത്തകയൊന്നും ഇ പി ജയരാജന്റെ കയ്യിലല്ല, CPM-ന്റെ ആണോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരാളെ കാരണം എസ് രാജേന്ദ്രൻ അല്ലാതെ മറ്റാരെങ്കിലും കണ്ട വിവരം പുറത്തു വന്നിട്ടുമില്ല. അതല്ലേ ഞാൻ പറഞ്ഞ, ജൂൺ 4 റിസൾട്ട് വരുമ്പോൾ 18-1-1. അല്ല ടി ജി, നോക്കൂ, നമ്മൾ ഒരു സസ്പെൻസ് ഗെയിം കളിക്കുകയല്ലോ, കാര്യങ്ങൾ വ്യക്തമാക്കി പോവുകയല്ലേ. കാര്യങ്ങൾ വ്യക്തമാക്കി പോവുകയല്ലേ. ഇപ്പൊ ഇ പി ജയരാജനുമായി പ്രകാശ് ജാവദേക്കർ നടത്തിയ ചർച്ച അവിടെ വെച്ച് പരാജയപ്പെട്ടു. ഇ പി ജയരാജൻ പിന്നീട് ഒരു നീക്കം പോലും അതുമായി ബന്ധപ്പെട്ട് നടത്തിയില്ല. ഇത് വ്യക്തമല്ലേ? പരാജയപ്പെട്ടെന്ന് ഞാൻ പറയണില്ല.